ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മലയാളികൾക്ക് സുപരിചിതമായ ഒരു ട്രഡീഷണൽ ടോണിക്ക്, അതായത് ഉലുവക്കഞ്ഞി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ഒരു ബൗളിനാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കുതിർന്ന് വരണമല്ലോ, എന്നിട്ട് വേണമല്ലോ നമുക്കുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരു ബൗള് ഉലുവ അത് കഴുകിയെടുത്ത് നമുക്ക് ഉലുവ തന്നെ വേവിച്ചെടുക്കാം. കാരണം കുക്കറിൽ വെച്ചിട്ട് അടിക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും. പൊതുവേ ഉലുവ കയ്പ്പാണ്. കുതിർന്ന ഉലുവ കഴുകിയെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒരു പാത്രത്തിൽ നമുക്ക് അടുപ്പത്ത് വെക്കാം വേവാനായിട്ട്. അതേ ബൗളിന് തന്നെ ഒരു ബൗൾ ചെറുപയറും 1.5 ബൗൾ പച്ച കുത്തരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കഴുകിയിട്ട് വേവിക്കാം. ഒരു കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് കുക്കറിലിരുന്ന് വേവട്ടെ. ഉലുവ ഒന്ന് തുറന്ന് നോക്കാം തിളച്ചോ ഇല്ലയോ എന്ന്. തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെക്കുക. ഇത് ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കണം. ഇളക്കി നോക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. കുക്കറിൽ വേകാൻ അരിയും പയറും നമ്മൾ വെച്ചിരുന്നല്ലോ, അത് വിസിലടിക്കാൻ തുടങ്ങി. 3 വിസിലാണ് അടിച്ചിട്ടുള്ളത്. ഉലുവ വേകാൻ വെച്ചതിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ചേർക്കാനായിട്ട് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ അരച്ചിട്ടൊന്നുമില്ല, ചിരണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് ചെറിയ ഉള്ളിയാണ്. 5-10 ഉള്ളിയുണ്ട്. അതും കൂടെ നമുക്ക് വറുത്തിടാനായിട്ട് ഉപയോഗിക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ച അരിയും പയറും വെന്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഉലുവ വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കുക. അത് നല്ലപോലെ ഇരുന്ന് തിളച്ച് വരണം. അതിനുശേഷം തേങ്ങ ചേർക്കണം. തേങ്ങാപ്പാൽ ചേർക്കാം, തേങ്ങ അരച്ച് ചേർക്കാം, തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങയുടെ അളവ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെക്കുക. തിള വന്നു എന്ന് നമുക്ക് തുറന്ന് നോക്കാം. തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. ചിരവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ തിളയ്ക്കാനായിട്ട് വെക്കാം. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ട്രഡീഷണൽ ഉലുവക്കഞ്ഞി അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് വറുത്തിടാനുള്ള കാര്യം നോക്കാം. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തു. വറുത്തിടുന്നതിനായിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചു. ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ വറുത്തിടാം. നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് എടുക്കാം. ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ മണവും കറിവേപ്പിലയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അതും ഒന്ന് നന്നായി മൂക്കട്ടെ. എന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മൂത്തതിന് ശേഷം ഉലുവക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കർക്കിടക സ്പെഷ്യൽ ഉലുവക്കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.